ഇന്ന് നമ്മൾ വളരെ വ്യത്യസ്തമായി വീണ്ടും ഒരു ഇംഗ്ലീഷ് സിനിമയുടെ ഒരു ട്രെയിലർ റിയാക്ഷനോട് വന്നിരിക്കുന്നത്. ആക്ച്വലി ഈ പടത്തെപ്പറ്റി പറയുകയാണെങ്കിൽ പ്രിമിറ്റീവ് വാർ, അതായത് $7.2 മില്യൺ ഈ പടത്തിൻ്റെ ബജറ്റ്. അതായത് നമ്മുടെ ഒരു കൺവേർട്ട് ചെയ്താൽ നമ്മുടെ ഒരു ഇന്ത്യൻ മണി എടുത്തുകൊണ്ട് ഒരു 68-69 കോടി രൂപ അടുത്ത് അത്രേ ഉള്ളൂ. 70 രൂപ അല്ലേ? 70 കോടി അത്രയും വരും ബജറ്റ്. ആ ബജറ്റിൽ അവരൊരു ഇംഗ്ലീഷ് പടം എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയൻ പടം, ഇംഗ്ലീഷ് പടം അല്ലേ, ഓസ്ട്രേലിയൻ പടം. എന്തോ ഇന്ത്യ പ്രോജക്റ്റ് എന്തോ എന്തോ ഒരു നോവലോ ബുക്കുണ്ട്. അപ്പോൾ അതിന് ബേസിലാണ് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് അതിൻ്റെ ട്രെയിലർ ഒന്ന് കണ്ടു നോക്കാം. ഫാത്തോ 1968 വിയറ്റ്നാം വാറിന്റെ സമയത്തുള്ള. Nice work, mate. Gotta be a lunatic if you're gonna be a vulture. Let's see what you guys think of this next mission. സിഗരറ്റ് വലിക്കുന്ന ആളുകൾ. Days ago, I lost my green berets. ഡിനോസർ Right here in that valley. ഒരു സ്കൾ ഐലൻഡിൻ്റെ ഒരു മൂടുണ്ട് അല്ലേ? സ്കൾ ഐലൻഡിൻ്റെ ഈ ഷോട്ടൊക്കെ എനിക്ക് മറ്റേ അപ്പോക്കാലിപ്സിനെ പോകണം. അപ്പോക്കാലിപ്സിനോവിൻ്റെ ഒരു മണം അടിക്കുന്നുണ്ട്. അതാ ഹെലികോപ്റ്ററിൻ്റെ ഷോട്ടൊക്കെ കണ്ടപ്പോൾ ഒരു ഹൊറർ മോഡുണ്ടല്ലേ. ഓ ഇതാണല്ലേ. ലോ ബജറ്റ് ആണേലും അത്യാവശ്യം പണിയുണ്ട്. നല്ല ട്രാക്ക്. ഒരു കത്തിയിരിക്കുന്നുണ്ട് നെറ്റിയിൽ. റാപ്റ്റേഴ്സിൻ്റെ പുതിയ ഡിസൈനാണ്, ഫെദറൊക്കെ ആയിട്ട്. വേണ്ട ചെറുതായിട്ടുണ്ട്. നല്ല ഒരു മ്യൂസിക് അതിൻ്റെ ബാഗ് കിടപ്പുണ്ട്. നല്ല ട്രാക്കാണ്. കോപ്പറടിക്കുന്നു കേട്ടോ. മറ്റേ പുതിയ ജുറാസിക് വേൾഡിനകത്തുള്ള കുറച്ച് ഡിനോസേഴ്സ് ഇതിനകത്തുണ്ട്. മറ്റേ കടലിൽ നിന്ന് അറ്റാക്ക് ചെയ്യുന്ന കോപ്പറേറ്റ് അടിക്കാൻ ഞാൻ കേട്ടോ ഈ സാധനം, ഈ ട്രാക്ക് അടിക്കും. ഇത് ആക്ച്വലി നമ്മൾ എന്തിനു വേണ്ടിയാണ് നമ്മൾ ഇത് റിയാക്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് യൂണിവേഴ്സൽ സ്റ്റുഡിയോ കാണാൻ വേണ്ടിയാണ്. അതെ, അവരിരുന്ന് കാണുമോ നമ്മൾ. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാരെന്താ ചെയ്യുന്നത്, ജുറാസിക് വേൾഡ് എങ്ങനെ എടുക്കണം അല്ലേ? അതെ അതെ. അതായത് നമ്മുടെ ഒരു ഇന്ത്യൻ മണി വെച്ചൊക്കെ 70 കോടി മാക്സിമം 70 കോടി രൂപ ബജറ്റിൽ ഓസ്ട്രേലിയക്കാർ എടുത്തിരിക്കുന്ന ഒരു പടമാണ്. പക്ഷേ ഇതിനകത്ത് സ്കാർലറ്റ് ജോൺസൺ ഇല്ല, അതുകൊണ്ട് ബജറ്റ് കുറവാണ്. അതെ, അതുകൊണ്ട് പറഞ്ഞു. അപ്പോൾ അത് ആലോചിക്കണം. നമുക്കിവിടെ ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിലും നമുക്കൊരു 100 കോടി, ഇവിടെ 250 കോടി 350 കോടി മുടക്കി എടുക്കുന്ന പടത്തിൻ്റെ പരിപാടികൾ നമ്മൾ കാണാറുണ്ടല്ലോ. സോ ബജറ്റിനപ്പുറത്തേക്ക് ഇതിനൊരു വിഷൻ അല്ലെങ്കിൽ ഒരു സംഭവം വേണം. ഇവർക്ക് ഇവരുടെ ബഡ്ജറ്റ് നന്നായിട്ട് ഈ ഡിനോസേഴ്സിനെയൊക്കെ വൃത്തിക്ക് ഹൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്നിങ്ങനെ ഇലയുടെ ഇടയ്ക്കൊന്നൊരു തല, പിന്നെ ഇങ്ങനെ മറ്റേ ഭയങ്കര ഡാർക്ക്. അത് ഈ ഫസ്റ്റ് ജുറാസിക് പാർക്ക് ചെയ്തൊരു പരിപാടിയാണത്. ഇങ്ങനെ വളരെ CGയും മറ്റേ ഒറിജിനൽ ആനിമട്രോണിക്സിനെയും കൂടെ ഇവർക്ക് ബ്ലെൻഡ് ചെയ്യാൻ ഒരുപാട് ഓപ്ഷന് വേണ്ടി ഇവർ ചെയ്തേക്കുന്നതാണ്. അതല്ല, ഈ ലൈറ്റിങ്ങില് പഴയ CG ക്യാരക്ടേഴ്സിനെ ചെയ്യുമ്പോഴത്തേക്ക് ആളുകൾ പറയും വളരെ ഹാർഡ് പോയിന്റഡ് ലൈറ്റ്സ് ആണെങ്കിൽ ഒരു കുറേ സ്ഥലത്ത് ഇരുട്ടാണല്ലോ, അപ്പോൾ കുറേ സംഭവം ഹൈഡ് ചെയ്യാൻ പറ്റും. ഇപ്പോഴത്തെ സിനിമകളിൽ ആണെങ്കിലും അത് ബ്ലെൻഡ് ചെയ്യാനുള്ള ഇപ്പോൾ ഇത്രയും ഹാർഡ് ലൈറ്റിങ്. ഇപ്പോൾ ഇപ്പം ഭയങ്കര ഓപ്പൺ വൈറ്റ് മറ്റേ വൈഡ് ബ്രൈറ്റ് ഇമേജിൻ്റെ അകത്ത് ഒരു CG ക്യാരക്ടർ വന്ന് നിൽക്കുമ്പോഴത്തേക്കും അത് ഇങ്ങനെ വേറിട്ട് നിൽക്കും. CG അല്ലടാ എന്ന് നമ്മൾ ചിന്തിക്കണ്ട. നമ്മുടെ സെൻസർ ബോർഡ് അടിയിൽ എഴുതി കാണിക്കും, മോനെ ഇത് വിശ്വസിക്കല്ലേ ഇത് CG ആണ് എന്ന് എഴുതി കാണിക്കും. അതെ, ഡൈനോസറിനെ ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല. ഡൈനോസർ ഇല്ല, ഡൈനോസറിനെ ഞങ്ങൾ CG ഉണ്ടാക്കിയിരിക്കുക എന്ന് എഴുതി കാണിക്കും. ആ ഷോട്ട് മറ്റേ ആ ഒരു ടീറക്സ് അല്ലെന്ന് തോന്നുന്നു, വേറെ ഇതാണ്. അതെ, ഇതിനകത്ത് എന്തോ കുറേ വേറെ നമ്മൾ യൂഷ്വലി കാണുന്ന അല്ലാതെ കുറച്ചൊന്നും സാധനങ്ങളൊക്കെ ഉണ്ട്. ഈ റാപ്റ്ററിൻ്റെ ഈ ലേറ്റസ്റ്റ് പറച്ചിലിൽ ഈ ചിറകും ഫെദറും ഒക്കെ ഉണ്ട്. ആ ഡിസൈനാണ് ഇവർ ഇതിനകത്ത് ഫോളോ ചെയ്തൊക്കെ. ഞാൻ ആ പടത്തിൽ അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ചു, നമ്മുടെ ജുറാസിക് വേൾഡ്. പക്ഷെ അതിനകത്ത് റാപ്റ്ററിനെ വേറെ സാധനം പിടിച്ചോണ്ട് പോകും, അത്രേ ഉള്ളൂ, വേറെ ഇല്ല റാപ്റ്റർ അതിനകത്ത്. സോ ഇതിൻ്റെ റിലീസിനെ പറ്റിയൊന്നും നമുക്കറിയത്തില്ല അല്ലേ?
അപ്പോഴാണ് പറഞ്ഞത്. എന്തായാലും ഇവിടെ ഒന്നും വരത്തില്ല. ഇല്ല, ഇവിടെ ഒന്നും തിയേറ്റർ റിലീസ് ഒന്നും കാണത്തില്ല. നമുക്കിത് ഡിജിറ്റലി അവൈലബിൾ ആവുമ്പോൾ കണ്ടു നോക്കാമെന്നേ ഉള്ളൂ. എനിക്കൊന്ന് ആ സമയത്ത് ഈ നമ്മുടെ സിനി ഗ്രൂപ്പുകളിലൊക്കെ ഒരു ചർച്ചയുണ്ട്. കാരണം ഇപ്പം ഇതിന്റെ ഒരു ഇത് നിൽക്കുകയാണല്ലോ, ജുറാസിക് വേൾഡും ഡിനോസറുകളും, അത് എന്തുകൊണ്ട് അത് വർക്കാവുന്നില്ല എന്ന് പാവപ്പെട്ട ഡിനോസറുകളെ എന്തിനു ബുദ്ധിമുട്ടിക്കുന്നു നിങ്ങൾ എന്നാണ് ജുറാസിക് വേൾഡിലുള്ള ആൾക്കാരോട് ചോദിക്കാൻ തോന്നുന്നു. അതെ. സോ നമുക്ക് ഇത് നോക്കാം. ഇത് ഏതായാലും ഡിജിറ്റലി അവൈലബിൾ ആവും നമുക്ക്, അല്ലാതെ അത് തിയേറ്റർ റിലീസ് ചാൻസ് ഭയങ്കര കുറവാണ്. കാരണം ഇത് വൈഡ് റിലീസ് പോലും കിട്ടത്തില്ലായിരിക്കും. ഇല്ല, എത്ര വ്യൂ ഉണ്ട് നമ്മളിപ്പം ഇതിനെക്കുറിച്ച് കേട്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ്. അതെ, ഇപ്പോൾ നിങ്ങൾ ആക്ച്വലി ഈ ട്രെയിലർ കാണാത്തതുകൊണ്ട് ഒറിജിനൽ ട്രെയിലറിൻ്റെ ലിങ്ക് നമ്മൾ താഴെ കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾ പോയി കണ്ടു നോക്കൂ. നല്ല രസമുണ്ട് അത് കാണാൻ. അത് പറയാനുള്ള കാര്യമാണ്, നമ്മൾ വളരെ ലോ ബജറ്റ് വൃത്തിക്ക് എങ്ങനെ നല്ലൊരു പടം, അത് ഇത്രയും നമ്മൾ ഈ കാണുന്ന ഡൈനോസോറിനെ നമ്മൾ കൊണ്ടുവന്നൊരു ഇതിൽ വെക്കുക എന്ന് പറയുന്നതിൻ്റെ അവിടെ ഇവിടെ CGയുടെ പ്രശ്നങ്ങൾ ഉണ്ടാവും. സ്റ്റിൽ ഇതിനകത്ത് തന്നെ മറ്റേ ട്രെയിലിനകത്ത് തന്നെ ഇല്ല, മറ്റേ വൈഡ് ഷോട്ടിൽ ദൂരം ലാസ്റ്റ് വൈഡ് ഷോട്ടിൽ ഇങ്ങനെ കുറേ എണ്ണം നിൽക്കുന്നതിനകത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഷാഡോസിൻ്റെയോ അല്ല അതിൻ്റെ ഒരു മാച്ച് ചെയ്യാൻ എന്തോ പാടുള്ള പോലത്തെ ഒരു ഫീൽ ഉണ്ട്. അതെ, അതൊക്കെ ഓക്കെ. ബട്ട് മേജർ ഷോട്ടുകൾ, മണി ഷോട്ടുകളൊക്കെ നല്ല രസമുണ്ട്. ട്രെയിലർ കട്ടും ഭയങ്കര രസമുണ്ട്. എസ്പെഷ്യലി ഇവരെ ഉപയോഗിക്കുന്ന സൗണ്ട് ട്രാക്കും കൂടെ ഒരു നല്ല വൈബ് തരുന്നുണ്ട്. സോ ഈ ട്രെയിലർ കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. ഒരു ഓസ്ട്രേലിയൻ സിനിമയെ സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ അഭ്യർത്ഥനയാണ്, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക സുഹൃത്തുക്കളെ.